എന്താ തിരിച്ചു പോയോ? ഞാൻ മാധവിയാണ്. ഓ, ഇപ്പൊ കച്ചവടം ചൂട് പിടിച്ച് നടക്കുന്ന സമയമായിരുന്നല്ലേ? പിന്നെ ഞാൻ വിളിച്ചത് ഇന്ന് വൈകുന്നേരം 5 മണിക്ക് എന്റെ ബംഗ്ലാവിലേക്ക് വരണം. എന്റെ ബർത്ത്ഡേ ആണ്. Many happy returns of the day. ഒരു കൊച്ചു കുഞ്ഞ് തെറ്റി വെച്ചാ പോരാ, മര്യാദയ്ക്ക് വളർത്താൻ പഠിക്കണം. അവൻ എന്ത് ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു വെച്ച കേക്ക് അവൻ വന്ന് മുറിച്ചു. അത്രയല്ലേ ഉള്ളൂ? ഇന്ന് അവന്റെയും പിറന്നാളാ. കേക്ക് കണ്ടപ്പോ അവന് വാങ്ങിച്ചു വെച്ചതാണെന്ന് വിചാരിച്ച് മുറിച്ചു കാണും. അതിന് അവന്റെ തന്ത വാങ്ങിച്ചു വെച്ച കേക്ക് പോയി മുറിക്കണം. ഗോപാല, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? അച്ഛനില്ലാത്തൊരു കുഞ്ഞിന്റെ പിറന്നാളാണ്. ആ സ്ഥാനത്ത് നിങ്ങളൊക്കെ അല്ലാതെ മറ്റാരാ അവനുള്ളത്? കൊള്ളാമല്ല പമ്പർമാരെ. ആദ്യം കൊച്ചിന് അച്ഛൻ, പിന്നെ അമ്മയ്ക്ക് നായര്. ആ പറഞ്ഞത് നിന്റെ സംസ്കാരം. എന്താ പറഞ്ഞടി? നിങ്ങളെല്ലാം വരൂ, നമുക്ക് ഹോട്ടലിലേക്ക് പോവാം. ഷോ, ഈ നശിച്ച വീട്ടിൽ നല്ലതൊന്നും നടക്കത്തില്ല. നിങ്ങളെ അവിടെ പുറത്തോ. ഗോപാല, ഇതിനാണോ നീ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? അവൾ വന്നതിലാണോ തെറ്റ്? നിങ്ങൾ ചെയ്തത് ശരിയായോ? ഈ വീട്ടിൽ ഇന്ന് നിങ്ങൾക്കുള്ള അത്ര അവകാശം നമുക്കുണ്ട്. മര്യാദയ്ക്കാണെങ്കിൽ നമുക്ക് ഒത്തുപോകാം. അമ്മയ്ക്ക് തെറ്റുപറ്റിപ്പോയി മോനെ, അമ്മയ്ക്ക് തെറ്റുപറ്റി. ശങ്കരൻ നായരെ, നാളെ ആ വക്കീൽ സാറിനോട് ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയും. പറയാം. നാളെ വക്കീൽ വന്നോ ആധാരം തിരിച്ചെഴുതും. പിന്നെ നമ്മൾ പഴയ പണിക്ക് പോയേച്ചാ മതി. ഈ ഗോപാലിന്റെ കൈക്ക് വന്ന സാധനങ്ങളൊന്നും തിരിച്ചുപോയ ചരിത്രമില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഈ തറവാടിന്റെ പേര് പറയാൻ ഗോപാലൻ മാത്രമേ ജീവിച്ചിരിക്കൂ. അത്രയ്ക്ക് വേണോ? സംഗതി പുറത്തായാൽ നമ്മളകത്താ. അല്ല, സംഗതി നടന്നില്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നിന്നും പുറത്താ. നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനോ? അതിന് ആ തള്ളയും മകനും നാളത്തെ സൂര്യോദയം കാണില്ല. നിനക്കെന്തു വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം. പണം പോരാൻ തോന്നിയാൽ ഇനിയും തരാം. എന്തു പറയുന്നു? ഇല്ല കുന്നേ, എന്നെ നിർബന്ധിക്കരുത്. ഞാനത് ചെയ്യില്ല. തീർത്തു പറയുകയാണോ? അങ്ങുന്നേ, ഞാനൊരു പാവപ്പെട്ടവനാണ്. പണത്തിന് ആവശ്യവുമുണ്ട്. പക്ഷേ
അതിനു വേണ്ടി ഒരു കൊലപാതകം ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. ഞാനത് ചെയ്യില്ല. ഭദ്രൻ, എന്റെ തീരുമാനം നടക്കണം. നീ അല്ലെങ്കിൽ മറ്റൊരാളെ ചെയ്യും. പക്ഷെ ഇപ്പോൾ അതറിയാവുന്ന നീ മാത്രമാണ്. മര്യാദയ്ക്ക് ഈ പണം വാങ്ങിക്കുന്നതാണ് നല്ലത്. ഈ ഫോണും പൊട്ടിച്ചിട്ടിരിക്കുന്നല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ശങ്കരൻ നായരെയും കാണുന്നില്ലല്ലോ. കൊച്ചമ്മ എവിടെയാ പറഞ്ഞേൽപ്പിക്കാ? കൊച്ചമ്മ വരാൻ അല്പം താമസിക്കും. ആരാണ്? എന്ത് വേണം? അത്യാവശ്യമായൊരു കാര്യം കൊച്ചുമയോട് പറയാനുണ്ട്. കഥ തുറക്കുമോനെ. ഏത് കൊച്ചമ്മ? ചിത്രത്തിന്റെ കൊച്ചമ്മ? അല്ല, വലിയ കൊച്ചുമ തന്നെ. നിങ്ങൾ ആരാണ്? തുറക്കുമോനെ. ഓ, ചിറ്റപ്പനാണോ? ചവിട്ടി പൊളിക്കടാ. ഇവിടെ ആരുമില്ലേ?
ബാബുമോനെ, മോനെ നിനക്ക് എന്ത് പറ്റി മോനെ? അമ്മ എവിടെ? ഞങ്ങളെ കൊല്ലാൻ വരുന്നു. അച്ചോ അച്ചോ, നമ്മുടെ പള്ളിക്കടവിൽ ഒരു സ്ത്രീ വന്ന് അടിഞ്ഞു കിടക്കുന്നു. വെള്ളത്തിൽ വീണതാ, ബോധമില്ല. കണ്ടിട്ട് ഗർഭിണിയാണോ തോന്നുന്നു. എന്തെങ്കിലും അപകടം? മരിച്ചിട്ടില്ല. അവരെ നമ്മുടെ മിഷൻ ഹോസ്പിറ്റലിൽ ഉടനെ എത്തിക്കൂ. ഞാൻ അവർക്ക് ഫോൺ ചെയ്യാം. ദൈവകാരുണ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഞാൻ ആശുപത്രിയിൽ വെച്ച് രാജുമോനെ പ്രസവിച്ചു. നല്ലവനായ ആ അച്ഛന്റെ തണലിൽ 4-5 വർഷം ഞാനും രാജുമോനും കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. എന്താ ഭാനി, അമ്മയും മോനും കൂടി? മോൻ പഠിച്ച് വലിയ ആളാകുമെന്ന് അച്ഛൻ പറഞ്ഞു എന്ന് പറയാ. അതെ രാജു, നീ ഇവിടെ കളിച്ചുകൊണ്ടിരുന്നാ മതിയോ? വരൂ. ബോർഡിങ്ങിൽ ചേർത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടി അച്ഛൻ രാജുമോനെയും കൂട്ടിക്കൊണ്ടുപോയി. അയൽക്കാരിയുടെ മകൾ ജയന്തിമോൾ മാത്രമായിരുന്നു എനിക്കൊരാശ്വാസം. പകൽ മുഴുവൻ ജയന്തിമോളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് അവർ ഓഫീസിൽ പോയിരുന്നത്. ഒരു ദിവസം എന്റെ ബാബുമോനെ പറ്റി സംസാരിച്ചു പോകുന്ന 2 പേരെ കാണാനിടയായി. അവൻ ഞങ്ങളുടെ അടുത്ത് വരുമ്പോ 4-5 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. നല്ല സ്നേഹമുള്ള കൊച്ചന. അവൻ കുടുംബത്തിൽ പിറന്ന കുട്ടിയാ, കണ്ടാൽ അറിയാം. അവരെന്റെ മോനെ കാണിച്ചു തരാമെന്നേറ്റു. ജയന്തിമോളെയും എടുത്ത് മോനെ കാണാനുള്ള ആർത്തിയോടെ ഞാൻ അവരെ പിന്തുടർന്നു. മനുഷ്യവാസമില്ലാത്ത പല സ്ഥലങ്ങളിലൂടെ അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഇനി എത്ര ദൂരം പോണം? എത്ര ദൂരം പോണെന്നോ? എടാ ബാല, അവരെന്റെ കാലന്മാരായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴേക്കും രക്ഷപ്പെടാനുള്ള വഴികൾ അടഞ്ഞിരുന്നു. ആ ദുഷ്ടന്മാരെന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഈ കൊച്ചു കുഞ്ഞിനെ കൊല്ലാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നടി? അയ്യോ, ഞാൻ കൊന്നോ? പിന്നെ ഈ കുഞ്ഞ് ആത്മഹത്യ ചെയ്തോ? ഏമാനെ, ഈ സ്ത്രീ കൊച്ചു കുഞ്ഞിനെ കല്ലുകൊണ്ട് അടിച്ചു കൊന്നിരിക്കുന്നു. ഈ വളയും മാലയും ഇവൾ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചതാണ്. ഇവളൊരു കള്ളിയാണ്. ഇത് ഇവളുടെ കയ്യിലിരുന്നതാണ്. ഇത് കണ്ടില്ലേ? അയ്യോ, ഞാൻ കള്ളിയല്ല, ഞാൻ മോഷ്ടിച്ചില്ല. ഈ കുട്ടി എവിടെ നേടിയേ? എന്റെ അയൽവക്കത്തുള്ള കുട്ടിയാ, എന്റെ സ്വന്തം മോളെ പോലെ. ഈ ദുഷ്ടന്മാർ അതിനെ കൊന്നതാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പിഞ്ചു കുഞ്ഞിനെ ഞാൻ കൊല്ലുമോ സാറേ? ഞാൻ കൊല്ലുമോ? നിർത്തു, നിനക്ക് പറയാനുള്ളത് സ്റ്റേഷനിൽ പറയാം. എടാ നാണല്ലേ, ആ കൊച്ചിനടുത്ത് നിൽക്കൂ. സ്റ്റേഷനിലേക്ക് കൊണ്ടുവരൂ. അങ്ങനെയാണ് ഇത്രയും കാലം ഞാൻ ഈ ജയിലിൽ കഴിയേണ്ടി വന്നത്. ഭവാനി അമ്മയ്ക്ക് ഇന്ന് പോവാം. സുപ്രണ അദ്ദേഹം വരാൻ പറഞ്ഞു.